വൈഡ് റേഞ്ച് ഓഫ് അസുഖങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പുതിയ മരുന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം 2-3 കൊല്ലത്തിന് ശേഷമാണെങ്കിൽ ഒരു പുതിയ മരുന്ന് ഈ വാതരോഗ ചികിത്സ എസ്പെഷ്യലി ഇത്രയും രോഗങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോളിക്യൂൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഒരു മാസത്തെ തെറാപ്പിക്ക് 1500-2000 രൂപയ്ക്ക് ഇടയ്ക്കൊക്കെയാണ്, 2000 രൂപ അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. പക്ഷേ പുറത്തൊക്കെയാണ് ഇതിനൊരു 1 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് ഒരു മാസത്തെ തെറാപ്പിക്ക് വരുന്നത്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെയുള്ള ന്യൂസാണ്. ഇന്ത്യയിൽ വാതരോഗത്തിനൊരു പുതിയ മരുന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. അത് പുറത്തൊക്കെ അവൈലബിൾ ആയിട്ട് കുറച്ച് നാളായി. ഇന്ത്യയിൽ കഴിഞ്ഞ 2-3 ആഴ്ചയോ 1 മാസമായിട്ടൊക്കെയാണ് വൈഡ്ലി അവൈലബിൾ ആയി തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത മാസം കൂടുതലായിട്ട് അവൈലബിൾ ആയി തുടങ്ങും. അതിൻ്റെ പേര് ഉപ്പഡാസിറ്റിനിബ് എന്നാണ്. നിങ്ങൾക്കെല്ലാം കേട്ടുക. ഉപ്പഡാസിറ്റിനിബ് എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ഒരു മരുന്നുകളിൽ ഒരു പുതിയ മരുന്നാണ്. അത് നമുക്കറിയാം, നേരത്തെ ഇന്ത്യയിൽ നമ്മൾ വാതരോഗത്തിന് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ്, കൺവെൻഷണൽ സിന്തറ്റിക് എന്ന് പറയും. സിന്തറ്റിക് എന്ന് നമ്മൾ കെമിക്കൽ മോളിക്യൂൾസ് വെച്ച് ഉണ്ടാക്കുന്ന മോളിക്യൂൾസ്, അതിനെയാണ് മെത്തോട്രെക്സേറ്റ്, HCQ എന്നൊക്കെ പറയുന്നത്. പിന്നെ വരുന്ന ജനറേഷനാണ് ബയോളജിക്കൽ മരുന്നുകൾ. ഈ ബയോളജിക്കൽ മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ മരുന്നുകൾ ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ ബയോളജിക്കൽ മരുന്ന് യൂസ് ചെയ്യുന്നത്. റിറ്റുക്സിമാബ്, എറ്റനാൾസെപ്റ്റ്, അങ്ങനെയുള്ള പല മരുന്നുകളുണ്ട്. അതിനുശേഷമുള്ള മൂന്നാമത്തെ, പക്ഷേ ബയോളജിക്കലിൻ്റെ പ്രശ്നം എന്താ, ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നത് കുറച്ച് കോസ്റ്റ് കൂടുതലായിരുന്നു. അതിനുശേഷം വന്ന മരുന്നുകളാണ് ടാർഗറ്റഡ് സിന്തറ്റിക് DMR, TSDMRs എന്ന് വളരെ സ്മോൾ മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഇത് ഇഞ്ചക്ഷനായിട്ട് എടുക്കുക, ടാബ്ലറ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ബയോളജിക്കലിൻ്റെ അത്രയും തന്നെ ഫലം ചെയ്യുന്ന മരുന്നുകളാണ്. അതിൽ ആദ്യത്തെ മരുന്നായിരുന്നു ടൊഫാസിറ്റിബ്. ഇന്ത്യയിൽ കുറച്ച് നാളായിട്ട് തന്നെ അവൈലബിൾ ആണ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നാണ്. അതിൻ്റെ അടുത്ത ജനറേഷൻ, അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ മരുന്നാണ് ഈ ഉപ്പഡാസിറ്റിനിബ്. ഈ ടൊഫാസിറ്റിബ് ഒക്കെ വർക്ക് ചെയ്യുന്നത് JAK ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്, JAK എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ടൊഫാസിറ്റിബിൻ്റെ പ്രശ്നം അത് JAK1, JAK2, JAK3 3 മോളിക്യൂളിനെ ഇൻഹിബിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ, കൂടുതൽ JAK ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം കുറച്ച് സൈഡ് എഫക്റ്റ് പ്രൊഫൈൽ കൂടുതലായിരിക്കും. മാത്രമല്ല നമുക്ക് വേണ്ടത് JAK1നെയാണ് കൂടുതലായിട്ട് ഇൻഹിബിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഉപ്പഡാസിറ്റിബ് എന്താ ചെയ്യുന്നത്, JAK1നെ മാത്രം ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതിനെ മാത്രം പ്രതിരോധിക്കുന്ന ഒരു മരുന്നാണ്. അതിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ ഉപ്പഡാസിറ്റിനിബ്. ഈ ഉപ്പഡാസിറ്റിനിബ് റിൻവോക്ക് എന്ന് പറഞ്ഞ ഒരു പുറത്ത് കുറേ വർഷമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ 1-2 മാസമായിട്ടാണ് അവൈലബിൾ ആയത്. അപ്പോൾ ഈ എന്താണ് ഈ ഉപ്പഡാസിറ്റിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊഫാസിറ്റിനിബിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതൽ സ്പെസിഫിക് ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്. ഏതൊക്കെ വാതകങ്ങൾ, കുറേ വാതകങ്ങൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ആമവാതം, റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആങ്കൈലോസിൻ സ്പോണ്ടിലൈറ്റിസിനും വളരെ എഫക്റ്റീവാണ്. വളരെ ലാർജ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. സോറിയാറ്റിക് ആർത്രൈറ്റിസിനും സോറിയാസിസിനും സ്കിൻ കണ്ടീഷൻസിനും സോറിയാസിസിനും അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അതുപോലെ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദരരോഗങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് അസുഖങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പുതിയ മരുന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം, 2-3 കൊല്ലത്തിന് ശേഷമാണെങ്കിൽ ഒരു പുതിയ മരുന്ന് ഈ വാതരോഗ ചികിത്സ എസ്പെഷ്യലി ഇത്രയും രോഗങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോളിക്യൂൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ, ടൊഫാസിറ്റിബിനേക്കാൾ നേരത്തെ ഞാൻ പറഞ്ഞു കൂടുതൽ സെലക്റ്റീവാണ്. അപ്പോൾ ഇതിനൊരു ഈ ടൊഫാസിറ്റിബ് തന്നെ വളരെ എഫക്റ്റീവായിട്ട് മോളിക്യൂൾ. അപ്പോൾ ടൊഫാസിറ്റിബ് ഫെയിലായ ആളുകളിൽ നമ്മൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു 10-15% എഫക്റ്റ് കൂടുതലാണ് ഇതിന്. ടൊഫാസിറ്റിബിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ആക്ട് ചെയ്യുക, അതാണ് വേറൊരു ഗുണം. വളരെ ഫാസ്റ്റാണ് ടൊഫാസിറ്റിബിനെ പോലെ തന്നെ, വളരെ ഫാസ്റ്റ്. അതായത് ഗുളിക തുടങ്ങി 1-2 ആഴ്ചയ്ക്കുള്ളിൽ നല്ല എഫക്റ്റ് വരും. അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ മരുന്നുകൾ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഓൾഡർ ജനറേഷൻ മരുന്നുകളൊക്കെ കുറച്ചുകൂടി പതുക്കെ ആക്ട് ചെയ്യത്തുള്ളൂ. യൂഷ്വലി നമ്മൾ മരുന്ന് തുടങ്ങി 2-3 മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് എഫക്റ്റൊക്കെ നല്ല രീതിയിൽ വന്നുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഉപ്പഡാസിറ്റിബ്, ടൊഫാസിറ്റിബ് ഒക്കെ വളരെ ഫാസ്റ്റ്, 2 ആഴ്ചയോ 3 ആഴ്ചയ്ക്കുള്ളിൽ നല്ല എഫക്റ്റ് വരും. അപ്പോൾ ഇത് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനാണെങ്കിലും ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് നട്ടലിനെ ബാധിക്കുന്ന വാതരോഗത്തിനാണെങ്കിലും ഉദരരോഗത്തിനെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസിനും എല്ലാം തന്നെ ഉപ്പഡാസിറ്റിബ് വളരെ എഫക്റ്റീവായിട്ട് ആണ് കണ്ടുവരുന്നത്. അപ്പം ടൊഫാസിറ്റിബിനേക്കാളും സുപ്പീരിയറായ മോളിക്യൂളാണ്. മാത്രം വേറൊരു ഗുണമെന്ന് വെച്ചാൽ ടൊഫാസിറ്റിബ് പലപ്പോഴും 2 നേരം കഴിക്കുന്നത്, ഇത് 1 നേരം കഴിച്ചാൽ മതി. ഈ പുതിയ മരുന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അയ്യോ ഇത് ഭയങ്കര എക്സ്പെൻസീവ് മരുന്നാണ്. ഒന്നുമല്ല. ഒരു മാസത്തെ തെറാപ്പിക്ക് 1500-2000 രൂപയ്ക്ക് ഇടയ്ക്കൊക്കെയാണ്, 2000 രൂപ അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. പക്ഷേ പുറത്തൊക്കെയാണ് ഇതിനൊരു 1 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് ഒരു മാസത്തെ തെറാപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് വളരെ എക്കണോമിക്കലായിട്ട് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം രോഗികൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പിന്നെ വേറൊരു പ്രശ്നം, ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ താഴ്ത്തു വന്ന് കാണുന്ന, ഡോക്ടർ ഇത് ഏത് കടയിൽ കിട്ടും, എനിക്ക് മേടിച്ച് കഴിക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ദൈവത്തെ ഓർത്ത്. കാരണം എപ്പോഴും ഈ തരത്തിലുള്ള മെഡിസിൻസിന് പ്രത്യേക ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്ത് ഡോസിൽ കൊടുക്കണം, കുറേ ടെസ്റ്റുകൾ ചെയ്ത് പ്രത്യേക കറക്റ്റായിട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. എത്ര നാളത്തേക്ക് കൊടുക്കണം, എങ്ങനെ നമ്മൾ ഡോസ് കുറയ്ക്കണോ കൂട്ടണോ, അത് 15 മുതൽ 45 മില്ലിഗ്രാം വരെ കൊടുക്കാം, മാർക്കപ്പം ഏത് ഡോസിൽ കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരിക്കലും അങ്ങനെ ലാഘവത്തോടെ എടുക്കേണ്ട മരുന്നേ അല്ല ഈ ടൊഫാസിറ്റിബ്, ഉപ്പഡാസിറ്റിബ് ഒക്കെ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഫെയിൽ ആകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ മരുന്ന് വന്നു എന്നുള്ളത് നല്ലത്, നമുക്ക് വില കുറഞ്ഞു വന്നു എന്നുള്ളത് അതിനേക്കാളും നല്ലത്. 2
പക്ഷേ ഒരിക്കലും അപ്പം അത് ബഹുഭൂരിഭാഗം ആളുകൾ നന്നായിട്ട് അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഓവർ ദ കൗണ്ടറൊക്കെ വെച്ച് നമ്മൾ മിഠായി മേടിച്ച് കഴിക്കേണ്ട പോലെയുള്ള ഒരു ഡ്രഗേ അല്ല ഇത്. എപ്പോഴും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഫലം തരുന്ന മരുന്നുകളൊക്കെ തന്നെയാണ് ഇതെല്ലാം.